ഹലോ ഗൈസ്, കൊല്ലംകാർക്കും തിരുവനന്തപുരംകാർക്കും ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന നല്ല പാലക്കാട് ഗ്രാമീണ വൈബ് ആസ്വദിക്കാൻ പറ്റിയ തമിഴ്നാട്ടിലെ ചെങ്കോട്ടയ്ക്ക് അടുത്തുള്ള ഭഗവതിപുരം എന്ന ഗ്രാമത്തിലേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. രാവിലെ 11 മണിക്ക് കൊല്ലത്ത് നിന്ന് യാത്ര ആരംഭിച്ച് കുണ്ട്ര കൊട്ടാരക്കരയൊക്കെ എത്തിയപ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. നല്ല അടിപൊളി കാറ്റും മഴയും, എന്തുകൊണ്ടും പനി പിടിക്കാൻ പറ്റിയ അന്തരീക്ഷമായിരുന്നു. പുനലൂർ എത്തുന്നത് വരെ മഴ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് 12 വരെയോടെ നമ്മൾ പുനലൂർ എത്തി. പുനലൂരിലെ ഒറ്റയ്ക്കലിൽ നിന്ന് നമ്മൾ വാഹനത്തിൽ ഇന്ധനം അടിച്ച ശേഷമാണ് യാത്ര തുടർന്നത്. കാരണം ഇനി തമിഴ്നാട് എത്തുന്നത് വരെ വഴിയിലും ഒരു പമ്പ് പോലും കാണൂല. പുനലൂരിൽ നിന്നും ഏകദേശം 43 കിലോമീറ്ററാണ് ഭഗവതിപുരത്തേക്ക്. പിന്നീട് അങ്ങോട്ട് കാടുമലയൊക്കെ നിറഞ്ഞ അതിമനോഹരമായ പാതയിലൂടെ ആയിരുന്നു നമ്മളെ യാത്ര. അങ്ങനെ നമ്മൾ പ്രശസ്തമായ 13 കണ്ണറ പാലമൊക്കെ കടന്ന് ഉച്ചയ്ക്ക് 1:30 ആര്യങ്കാവ് എത്തി. ആര്യങ്കാവ് കടന്നതോടെ നമുക്ക് തമിഴ്നാടിന്റെ വിദൂര കാഴ്ചകൾ ദൃശ്യമാവാൻ തുടങ്ങി. അങ്ങനെ ഏകദേശം ഉച്ചയ്ക്ക് 1:45 നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചതും റോഡിന്റെ ഇരു സൈഡിലും നെൽപ്പാടങ്ങൾ ദൃശ്യമാവാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് 1:50 പുളിയറയിൽ നിന്ന് ആദ്യത്തെ ലെഫ്റ്റ് തിരിഞ്ഞ് ഭഗവതിപുരം എന്ന അതിമനോഹരമായ ഗ്രാമത്തിലെത്തി. ഗൂഗിൾ മാപ്പിൽ ഭഗവതിപുരം റെയിൽവേ സ്റ്റേഷൻ ലൊക്കേഷൻ ഇട്ടാൽ ഇവിടേക്കുള്ള വഴി എളുപ്പം കണ്ടുപിടിക്കാനാവും. ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ നെൽപ്പാടങ്ങളും ഞാറ് നടന്ന കാഴ്ചകളും നമുക്ക് കാണാൻ സാധിച്ചു. നിരവധി തമിഴ് മലയാള സിനിമകൾ ഇവിടെ വെച്ച് ചിത്രീകരിച്ചിട്ടുണ്ട്. അധികം ആളും എനക്കൊന്നും ഇല്ലാത്ത ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഭഗവതിപുരം. കൊല്ലത്ത് നിന്നും പുനലൂരിൽ നിന്നും ട്രെയിൻ മാർഗം ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ ഭഗവതിപുരത്തിന്റെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴാണ് നമ്മൾ ഈ മയിൽച്ചേട്ടനെ കാണുന്നത്. അടുത്ത് തന്നെ കുറച്ച് പെൺമയിലുകൾ ഉണ്ടായിക്കൊണ്ട് ഇപ്പൊ പീലി വിടർത്തു എന്ന് പറഞ്ഞ് നമ്മൾ കുറെ നേരം കാത്തിരുന്നെങ്കിലും നമുക്ക് നിരാശയാണ് ഉണ്ടായത്. അങ്ങനെ ആളൊരു സിഗ്മ മയിലാണെന്ന് തെളിയിച്ചു. അങ്ങനെ നമ്മൾ നേരെ ഒരു തമിഴ്നാട് സ്പെഷ്യൽ ചായ വടയൊക്കെ കഴിച്ചതിന് ശേഷം നേരെ വീട്ടിൽ പോയി. അപ്പൊ ശരി ഗൈസ്, ബാക്കി അടുത്ത വീഡിയോയിൽ.